കാര്യം ഞാൻ ചങ്കൂറപ്പോടെ ഞാൻ പറഞ്ഞത് ഞാൻ സിനിമ നടൻ ജയൻ്റെ ഞാൻ തന്ത ഇതുവരെയും മാറ്റി പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ സീൻ വന്നപ്പോഴത്തേക്ക് ഈ മോൻ അമ്മ 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 ഇന്നലെ ഇവിടെ പണിയാൻ വന്ന അങ്കിളില്ലേ മയ്യിരിക്കുന്നത്, ആ അങ്കിള് സിനിമ നടനാണ്. ഇവർ എൻ്റെ വിരലുകളൊക്കെ എൻ്റെ അച്ഛൻ്റെ സെയിം വിരലുകളാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ആങ്ങളെയും പെങ്ങളും വന്ന് ഒരു DNA തയ്യാറാവും. ഇവർ 2 പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തു. ഈ കേസ് നിങ്ങൾ കോടതിയിലോട്ട് കൊടുക്കുക. അവർ ഞങ്ങളുടെ ബന്ധുവാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ അനുജൻ്റെ മക്കളാണ്. അത് ദൂരം മാറിയിരിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള യോഗ്യതൊന്നുമില്ല. അതാത് ദിവസത്തെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ ഡയറി ഇദ്ദേഹം മരിച്ച ഉടനെ തന്നെ കത്തിച്ചളഞ്ഞു. ഇവര് എങ്ങനെ അറിയാം? ഈ വാർത്തകളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പം ഈ 24 വന്നിരുന്ന് സംസാരിച്ച ലക്ഷ്മി ശ്രീദേവി നായർ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ അച്ഛൻ്റെ അനുജൻ സോമൻ നായരുടെ മോളാണ്. അപ്പൊ അവരാണ് ഇപ്പോ അവര് നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. ഇവരെയൊക്കെ പിള്ളേരൊക്കെ ഞാൻ റൂട്ടിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹത്തോടെയും ആദരവോടെയും ബഹുമാനത്തോടും കൂടി മാത്രമേ ഇവർ ഈ മക്കളും ഈ ഇവരുടെ അമ്മ ശ്രീദേവി അമ്മയും എന്റെ മുന്നിൽ നിന്നിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചാനലിന് മുന്നിൽ മറ്റൊരു രീതിയിൽ പ്രതികരിച്ചത്? അത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരി ഇടുക എന്നുള്ളതല്ലാതെ വേറൊരു പരിപാടിയില്ല. ഞങ്ങൾ തയ്യാറാണ് കേസ് കൊടുക്കാൻ. കേസല്ല പോണ്ടേ, DNA തയ്യാറാണെന്ന് പറയണം. പൊതുജനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പൊ ഈ വിഷയം. പൊതുജനം മാത്രമല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാനും വേണ്ട, അതിന്റെ താഴെ കമന്റ്സ് നോക്കിയാൽ കൂടുതൽ സംസാരിക്കാൻ വേണ്ട. മുരളിച്ചേട്ടൻ്റെ DNA എടുക്കാൻ നിങ്ങൾ തയ്യാറാവും എന്നാ പറയുന്നത്. DNA വരാൻ പറ, ഞാൻ തയ്യാറാണ്. തോറ്റുപോയി ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തോറ്റെങ്കിൽ DNA ഞാൻ തൊഴുകയുടെ മാപ്പ് പറയും, ക്ഷമിക്കണം, എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ. പക്ഷെ എനിക്ക് വിശ്വാസമാണ്. കാര്യം എൻ്റെ നമ്മുടെ അമ്മയില്ലേ പറയുന്നത്, എനിക്ക് DNA എടുക്കണ്ട, എടുക്കണോ? എനിക്ക് DNA എടുക്കണ്ട. കാര്യം ഞാൻ ചങ്കൂറപ്പോടെ ഞാൻ പറഞ്ഞത് ഞാൻ സിനിമ നടൻ ജയൻ്റെ ഞാൻ തന്ത ഇതുവരെയും മാറ്റി പറഞ്ഞിട്ടില്ല. ഒറ്റ സ്റ്റാൻഡിങ് നിൽക്കുവാണ്, മനസ്സിലായില്ലേ? എൻ്റെ അമ്മ പറഞ്ഞു ജയനാണ്, ഞാൻ ഓക്കെ, ഞാൻ സംഭവിക്കും, ഞാൻ ജയനാണ്. അമ്മ പലവട്ടവും അച്ഛൻ്റെ കഥകൾ പറയുമ്പോഴെല്ലാം മാറ്റിപ്പോലും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ജയനാണ് എൻ്റെ അച്ഛൻ. ഞാൻ പറയുന്നത് എന്നെ കണ്ട ജയന് ലുക്കില്ലേ? എൻ്റെ മുടി ഒഴിച്ച് ബാക്കി ഏത് ഭാഗം നോക്കിയാലും ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ 3 കുട്ടികളില്ലേ, ഈ മരിച്ചുപോയ കണ്ണൻ നായർ, ആദിത്യൻ, ഡോക്ടർ ലക്ഷ്മി ശ്രീദേവി നായർ, ഇവർ 3 പേരെയും കൂടെ അങ്ങോട്ട് പിടിച്ചു ചേർത്തിയൊക്കെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ സത്രം മാധവൻ പിള്ള, അത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഭാരതി അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ, സോമൻ നായർ എൻ്റെ അച്ഛൻ്റെ അനുജൻ, അച്ഛൻ ജയൻ, പിന്നെ ഇവരുടെ അമ്മ ശ്രീദേവി അമ്മ, 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച 3 കുട്ടികളാണ് ഇവർ. ഈ 3 കുട്ടികളെ അങ്ങോട്ട് പിടിച്ചു നിർത്തിയും വെച്ച് നിങ്ങൾ നോക്ക്, ഇവർക്ക് ആരെങ്കിലും എൻ്റെ ഈ പറഞ്ഞ 5 പേരുടെ മുഖഷേപ്പോ മറ്റു കാര്യങ്ങളുണ്ടോന്ന്? ഇവർ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ഒരു ലക്ഷണവും ഇല്ല. അതേസമയം എന്നെ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ സിനിമ എടുത്ത് TV ഇട്ട് കൊടുത്തിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്താമെങ്കിൽ ആ കൊച്ചു കുഞ്ഞു പറയും, ഈ എങ്കിളല്ലേ അതിൽ നിന്ന് അഭിനയിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇവരുടെ അപ്പുറത്തൊരു വീട്ടിൽ ഞാൻ പണിയാൻ പോയി. അപ്പോൾ അവിടെ ഒരു കൊച്ചു മോനുണ്ട്, ഒരു വക്കീലിൻ്റെ വീട്ടിലേ പോയത്, ഒരു ലേഡി വക്കീല. അപ്പം ഞാൻ പോയി പണിഞ്ഞ് ഇപ്പം ചെന്നപ്പോഴേ തന്നെ ഈ കൊച്ചു ഒരു ഭയങ്കര സ്നേഹമുള്ളൊരു കുഞ്ഞാണ്. ഇവൻ ഓടി അങ്കിളെ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് അവൻ്റെ പാപ്പമുള്ള ടിന്നൊക്കെ തുറന്ന് അവനെ ഓരോ പലക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അങ്കിളിൽ തിന്ന്, അങ്കിളിന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം. അമ്മ കാപ്പിയിട്ട് കൊടുക്കും, കാപ്പിയിട്ട് അങ്ങനെ കാപ്പി കിട്ടുക വന്ന് ചായ കുടിച്ച് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാനോട്ടൊക്കെ ഭയങ്കര കൂട്ടായി. ഇവൻ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ എന്തായാലും ഭയങ്കര കൂട്ടാണ്, ആള് വേറൊരു ലെവലാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്, കൊച്ചുവേനാ. പിറ്റേന്ന് ഇവർ തള്ള TV ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ്റെ ഒരു സിനിമ, ആ പുള്ളിക്കാരി മോൻ അവിടെ നിന്ന് കാണുമ്പോൾ പറഞ്ഞ് ഇട്ട് കൊടുത്തു. ഉടനെ എൻ്റെ അച്ഛൻ്റെ സീൻ വന്നപ്പോഴത്തേക്ക് ഈ മോൻ അമ്മ 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 ഇന്നലെ ഇവിടെ പണിയാൻ വന്ന അങ്കിളില്ലേ മയ്യിരിക്കുന്നത്, ആ അങ്കിള് സിനിമ നടനാണോ? അയ്യോ താണ്ടെ ഇന്ന് അങ്ങനെ അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ വക്കീൽ എന്നെ വിളിച്ചാ, മുള്ളിച്ചാട്ടാ ഇവിടെ ഭയങ്കര സംഭവം. ഞാൻ ചെന്താ അത് ഇങ്ങനെയാണെന്നാണ്. എന്തിന് എൻ്റെ 2 മക്കള് കൊച്ചായിരുന്ന സമയത്ത് ഞങ്ങൾ കരിക്കൂട ഭാഗത്ത് ഒരു സ്ഥലത്ത് വൈഫിൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ എഴുകോൺ ഭാഗത്ത് വീടിൻ്റെ പാലച്ചിന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം കേരളപുരം കുണ്ടറ സ്ഥലമുണ്ട്. കുണ്ടറ ഞങ്ങൾ ബസ് കയറാൻ ഇങ്ങോട്ടുള്ള ബസ് അവിടെ വരെ ഉണ്ട് മറ്റേ ബസ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് കയറാൻ നിന്നപ്പോൾ അവിടെ CD ഇട്ടിരിക്കുന്നു. അപ്പം നമുക്കൊരു DVD ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ശരപഞ്ചരത്തിൻ്റെയും തടവറയുടെയൊക്കെ CD അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ ശരപഞ്ചരം കൊണ്ട് എടുത്ത് കൊടുത്തു. മക്കൾ 2 കൂടി ഇരിക്കുക, ഞാൻ ഇത് കാണാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ എൻട്രി സമയത്തായപ്പോഴത്തേക്ക് മോൻ പറയാം, അച്ഛാ അത് അച്ഛനെ പോലും ആണച്ചാ എന്ന് പറയും. നമ്മുടെ മോനെ അത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ അച്ഛൻ സിനിമ നടനാണോ? നമ്മുടെ മോനെ അത് നിൻ്റെ അപ്പൂപ്പനാണ്. എൻ്റെ അപ്പൂപ്പനാണോ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്ന് ഇയാൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുതിരയ്ക്ക് എണ്ണ ഇടുന്ന ഭാഗം വന്ന് ഇയാൾ നോക്കുമ്പോൾ നമ്മുടെ അച്ഛന് കുതിരയ്ക്ക് എണ്ണ ഇടുന്നു. ഇയാൾ ചാടി കൊണ്ടിച്ചാടി, ഇയാളെ ഭയങ്കര കോമഡിയാണ്. കൊച്ചിലെ ചാടി ഉണ്ടിച്ച് നിക്കറൊക്കെ ഊരി അങ്ങോട്ട് കളഞ്ഞ് ചാടി പോയി വെളിച്ചെണ്ണ അടുക്കളയിൽ പോയി വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് ദേഹത്തിട്ടിട്ട് അവിടെ ഒരു മാവുണ്ട്, മാവിൻ്റെ മുമ്പിൽ പോയി ഇന്ന് ഭയങ്കരമായ കുതിരയ്ക്ക് എണ്ണ ഇടുന്നത്. അത് കഴിഞ്ഞ് തടവറ സിനിമ ഇട്ട് കൊടുത്തു. തടവറിൽ ആ കുതിരപ്പുറത്ത് വരുന്ന സംഭവം കൊണ്ട് ഇവ അന്നേരം മുതൽ കുതിര വേണം.
അവിടെ മാവിൻ്റെ കൊപ്പിനകത്ത് കയറി ഒന്ന് കുതിര കൂട്ടിപ്പാണ് അച്ഛ മോളെ കെട്ടി അഭിരാമി എന്ന് എൻ്റെ മൂത്ത മോളാണ്. മോളെ അഭിരാമിയെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ ബാങ്കിൽ നിന്ന് പൈസ 1 ലക്ഷം രൂപ എടുത്ത് എനിക്കൊരു കുതിര മേടിക്കുക. പിന്നെ ഒരു കുറേ നാളത്തേക്ക് അങ്ങ് കുതിര കൂട്ടിപ്പം. അപ്പോൾ ഇവത്തുങ്ങൾ അങ്ങോട്ട് നിർത്തി എന്നെ നിർത്തിയിട്ട് ഈ പറഞ്ഞ 3 വ്യക്തികളെ നിർത്തുക, എന്നെ ഇടയ്ക്ക് നിർത്തുക. എന്നിട്ടൊരു കൊച്ചിൻ്റെ മുമ്പിൽ TV ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ വേണം ഈ അങ്കിളിനെ പോലെ ഇരിക്കുന്നവർ ഇതിനകത്ത് ആരാന്ന് വെച്ചാൽ എന്നെ ചൂണ്ടി കാണിക്കൂ. ഇവരുടെ എൻ്റെ വിരലുകളൊക്കെ എൻ്റെ അച്ഛൻ്റെ സെയിം വിരലുകളാണ്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഈ പ്രതികരണത്തിനെതിരെ അല്ലെങ്കിൽ അതിന് ചേട്ടന്റെ എന്താണ് പറയാനുള്ളത്? പ്രതികരണം പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് എൻ്റെ അച്ഛനിൽ യാതൊരു അവകാശവും ഇല്ല, ഒരു അവകാശവും ഇല്ല. ഇവർ ജയന്റെ മക്കളല്ല, ജയന്റെ ബന്ധുവാണ്. ബന്ധുവിന് ജയന്റെ കാര്യത്തിൽ ഒരു അധികാരവും ഇല്ല. ഞാൻ ചോട്ടെ, ഇപ്പൊ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരാൾ അടിച്ചു, ഉദാഹരണം അടിച്ചു, ചോദിക്കാൻ വേണ്ട ജയന്റെ ഭാര്യ മക്കളുവാ ആണോ? അല്ലാതെ അനിയന്റെ മക്കളാണോ വരുന്നത്? കേസ് കൊടുക്കാൻ പോവുക, അനിയന്റെ മക്കളാണോ കൊണ്ടുവന്ന ശേഷം ഞങ്ങളുടെ വല്യച്ഛനെ അടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കേസ് സ്വീകരിക്കത്തില്ല. വല്യച്ഛന് ആളും ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയും മക്കൾക്ക് മാത്രമേ അതിൽ അധികാരം. മനസ്സിലായി? ഇവർക്ക് വിളിച്ചാൽ ഇവർക്ക് ചെല്ലാം. ഇവർ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആരുമല്ല, ആരല്ല, സ്വന്തമല്ല, ബന്ധുവാണ്. ഞാനാണ് ജയന്റെ മകൻ. പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിക്കാണ് ഈ വിഷയം. ഇതിൽ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ DNA എടുത്ത് ഞങ്ങൾക്ക് അറിയണം. ഞാൻ ഇവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വാ, എല്ലാ വർഷവും അന്നേം വെച്ച് നിങ്ങൾ കേസ്, ഇവരെന്തിനാ മുഖ്യമന്ത്രിക്കാണ് കേസ് കൊടുക്കുന്നത് എനിക്കെതിരെ? കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സാർ ഈ കുടുംബത്തിൽ എന്ത് കർഷകർക്ക് അദ്ദേഹം എന്തോ വേണം? ഇവർ 2 പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്ത്. ഈ കേസ് നിങ്ങൾ കോടതിയിലോട്ട് കൊടു. ഇങ്ങനെ ഒരാൾ കടന്ന് ഇങ്ങനെ ഈ പെങ്കൊച്ച് പറഞ്ഞ വാക്കെന്താ? ഈ വ്യക്തിക്ക് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. എന്ത് അനാവശ്യമായ ഒരു വാക്കാണ് ഉപയോഗിച്ചത്. എന്നാൽ പിന്നെ എന്തിനാണ് പണ്ട് റോട്ടിൽ കാണുമ്പോൾ ചേട്ടൻ പറഞ്ഞു നിന്റെ അടുത്ത് സംസാരിച്ചേ? അതാണ് ചേട്ടൻ ചോദിക്കാനുള്ളത്. എനിക്ക് ആ ചോദ്യം ചോദിക്കണേ. ഈ വ്യക്തിക്ക് ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർക്ക് എന്ത് ബന്ധം? ഈ കുടുംബം ഏതാ? ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട്. ഈ കുടുംബം ഏത് കുടുംബം? ജയന്റെ കുടുംബമായിട്ട് എനിക്ക് ബന്ധമില്ല. അവർക്ക് എന്ത് ബന്ധം? അവർക്കെന്ത് ബന്ധം? എൻ്റെ അച്ഛൻ കുടുംബത്തിലല്ല, അവരെ ഞങ്ങളുടെ ബന്ധുവാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ അനിയന്റെ മക്കളാണ്. അത് ദൂരെ മാറിയിരിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത ഒന്നുമില്ല. യോഗ്യതയുണ്ട് ബന്ധു എന്ന നിലയിൽ, പക്ഷെ അതിനൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അനിയന്റെ മക്കൾ ഇച്ചിരി മകനല്ലേ ഇരിക്കാൻ പറ്റൂ. ഇവർക്ക് അധികമല്ല. ചോണ ഉണ്ടെങ്കിൽ DNA വരാൻ പറയാം, കേസിനല്ല പോണ്ടേ. ഞങ്ങൾ DNA തയ്യാറാണെന്നൊരു ഒറ്റ വാക്ക് പറയാവോ ആദിത്യനോ ലക്ഷ്മി ശ്രീദേവി നേരോ? ഞാൻ ഓക്കെ. ജയനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇവരങ്ങ് ഒരു വകയും സൂക്ഷിച്ചിട്ടില്ല. എനിക്കായിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഒരു വകയും കിട്ടില്ല. കാരണം ഈ 3 പിള്ളേർ ആ കുടുംബം വിറ്റ്, ഒരച്ഛൻ സോമനാരി വിറ്റ്. അപ്പൊ തന്നെ 3 പിള്ളേർ മൊത്തം കൈയിട്ട് വാരിക്കൊണ്ടു. എൻ്റെ അച്ഛൻ്റെ ഐറ്റംസ് എല്ലാം വാരിക്കൊണ്ടു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം കൃത്യം എല്ലാ ദിവസവും അതാത് ദിവസത്തെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നും എഴുതും. അത് എഴുതാതെ എത്ര താമസിച്ചു വന്നാലും ശരി അത് എഴുതി വെച്ചിട്ടേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ. ആ ഡയറി ഇദ്ദേഹം മരിച്ച ഉടനെ തന്നെ അത് കത്തിച്ചളഞ്ഞു ഇവര്. അത് ഇവർ കളഞ്ഞു. ആ ഡയറി ഇല്ല. എന്തുവാ? അത് നാട്ടിലൊക്കെ പറഞ്ഞു ഫുള്ള് അവര് കത്തിച്ചളഞ്ഞു പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാം ആ ഡയറിക്കകത്തൊക്കെ എന്നെ കുറിച്ച് കാണത്തില്ലേ, കഥകളും കാരണം. പിന്നെ 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 അതൊക്കെ കൈമറിഞ്ഞ് ഇവരുടെ കയ്യില്ല. പിന്നെ അച്ഛന്റെ വാച്ചും കൊണ്ട് കണ്ണൻ നായർ എന്ന് പറഞ്ഞൊരു പാർട്ടി, അച്ഛന്റെ വാച്ച്, ഷൂ, അങ്ങനെ എന്തോ കുറെ സാധനങ്ങൾ കണ്ണൻ നായർ പറഞ്ഞ സോമൻ നായർ മൂത്ത മോനായിട്ട്. ലക്ഷ്മി കുറെ, അത് ആദിത്യൻ പറഞ്ഞാണ്. ഇത് രണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞ ആദിത്യനാണ്. റോട്ടീച്ച് പറഞ്ഞ ചേട്ടാ ലക്ഷ്മി കുറെ സാധനം എടുത്തോണ്ട് പോയി, കണ്ണൻ ചേട്ടൻ കുറെ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞ ആദിത്യന് ഇല്ല ചേട്ടാ എനിക്കൊന്നും വേണ്ട, കാര്യം ലക്ഷ്മി കൊണ്ടുപോയിക്കട്ടെ, എൻ്റെ അനിയത്തിയില്ലേ, നമ്മുടെ അനിയത്തിയില്ലേ കേട്ടാ, കൊണ്ടുപോയിക്കട്ടെ, ലക്ഷ്മി കൊണ്ടുപോയിക്കട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുപോയി. ലക്ഷ്മി എന്തൊക്കെ സൂക്ഷിച്ചോണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ ഒന്നും സൂക്ഷിച്ചിട്ടില്ല. ആ വീട് മൊത്തവും അവർ വിറ്റ് തീർത്ത് പുകച്ച് അതിൻ്റെ 4 പേരും ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. കണ്ണൻ നായർ കയ്യിൽ വാച്ചുണ്ട്, നല്ല സുന്ദരമായ വാച്ച്, അത് ഇന്നും ഓടുന്നുണ്ട്. അകത്തൊക്കെ സ്വർണ്ണ ഡയറിക്കാണ്. ഇയാൾ ഈ വാച്ച് വെച്ചുകൊണ്ട് നാട്ടുകാരെ മുമ്പിൽ പോയി ഇപ്പോൾ മോനെ കണ്ട മോൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടിട്ട് ഈ വാച്ച് എൻ്റെ വല്യച്ഛൻ്റെ വാച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് തരും. മോൻ അങ്ങ് സൂക്ഷിക്കും. അപ്പം തന്നെ മോൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ മിനിമം മേടിച്ചു തുടങ്ങും. ആദ്യം കാര്യങ്ങൾ ഒരു 10-15 രൂപ മേടിക്കുന്ന വരെ മോനെ സൂചിപ്പിക്കും. അത് കഴിഞ്ഞ് മോനെ ആ വാച്ച് ഇപ്പം ഞാൻ എന്നെ എന്തായാലും കണ്ണൻ്റെ കാര്യം തീരുമാനിക്കുക, ഏത് നിമിഷവും കണ്ണൻ മരിക്കും. മരിക്കും. അപ്പോൾ ഞാൻ വാച്ച് എന്നെ ഏൽപ്പിക്കും. ഞാൻ എൻ്റെ കാലശേഷം എൻ്റെ മോൻ അവരത് നഷ്ടപ്പെടുത്തു പോകില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ നേരം ആ വാച്ച് എനിക്ക് തന്നിട്ടുമില്ല. കണ്ണൻ നേരം ഈ വാച്ച് ആരുടെ കൈ കൊണ്ടു കൊടുത്ത് കണ്ണൻ നേരം മരിച്ചു. ആ വാച്ചും പോയി. എല്ലാം അദ്ദേഹത്തിൻ്റെതായ എല്ലാം ഇവർ നശിപ്പിച്ചു. വീട്, കാറ്, ഇന്നും അന്തസ്സുള്ളൊരു ഫാമിലി ആയിരുന്നുവെങ്കിൽ ആ കാറെങ്കിലും കാത്തു സൂക്ഷിക്കുക.
അന്തസ്സുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ വീട് വിറ്റു അവർ അച്ഛൻ വിറ്റു, ഓക്കെ, ഇവര് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ആ വീട് സ്ഥലം തിരിച്ചു മേടിക്കണം, മനസ്സിലായില്ല. അന്നത്തെ ജയന്റെ ബന്ധുവാണ് അല്ലെ ജയൻ ഞങ്ങളുടെ വലിച്ചെന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സുണ്ട്. നമുക്ക് എല്ലാവരും അറിയാം അത് അത്രയും ചെയ്യുന്നില്ല. ഒരു മ്യൂസിയം പോലെ ആ വീട് കാത്തു സൂക്ഷിക്കാൻ. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഒന്നുകൂടെ ചോദിക്കുന്നത്, അതായത് ഈ പറയുന്ന പോലെ വൈറലായി, വലിയ രീതിയിൽ തന്നെ വൈറലായി ചേട്ടൻ്റെ ആ വീഡിയോ ക്ലിപ്പുകൾ, ചില ആക്ഷൻ രംഗങ്ങൾ അഭിനയിച്ച് കാണിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് പോസിറ്റീവ് കമന്റും അതിനോടൊപ്പം തന്നെ നിരവധി നെഗറ്റീവ് കമന്റുകളും വന്നിരുന്നു. അപ്പൊ അത് കണ്ടിരുന്നോ? ആ നെഗറ്റീവ് കമന്റുകൾ ചേട്ടൻ കണ്ടിരുന്നോ? അതിനെ കുറിച്ച് ചേട്ടൻ? നെഗറ്റീവ് കമന്റ് ഇടുന്നവര് അവര് പറയുന്നത് നീ പോയി ഞാൻ എന്തിനാ ഡീൻ എടുക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, പരിപാടികളിൽ ചേട്ടനെ കൊണ്ടു ചെല്ലുന്നു. അപ്പൊ ഇങ്ങനെ ഈ സുനിൽ അരവിന്ദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, നിർമ്മാതാവാണ്. എന്ന സിനിമയുടെ പ്രൊമോഷൻ. അപ്പൊ അവനെ എന്തിനാണ് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ അത് എന്റെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഒരുപാട് പേരൊക്കെ ചോദിച്ചു, വരട്ടെയൊക്കെ ചെയ്തു. ചേട്ടന് അങ്ങനെ തോന്നിയോ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചേട്ടനെ ഉപയോഗിക്കുന്നു എന്ന് ചേട്ടന് തോന്നിയോ? അയ്യോ, അതങ്ങനെയാ. നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമല്ലേ. നമുക്ക് അവസരത്തിലൂടെ രംഗത്ത് വരാനും അത് പരമായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെ കിട്ടുന്ന ഏത് അവസരവും ഞാൻ പ്രയോജനപ്പെടുത്തും. ഒരിക്കലും അങ്ങനെ തോന്നില്ല. എനിക്ക് അവര് എല്ലാ ട്രീറ്റും ചെയ്തു, കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ട്രീറ്റ് ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. അയ്യോ, സന്തോഷമില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ അവരുടെ കയ്യിൽ നമ്മള് സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു നല്ല കൈ ചെന്ന് വീഴും. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം മാറുന്നത്. ഇപ്പം ഞാൻ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പൊ ഇവരുടെ കൈ ചെന്ന് വീണു. സുനിൽ അരവിന്ദ്, മറ്റേ സൈനു ചാവക്കാടൻ, ഇവരുടെ കൈ ചെന്ന് വീണു. അവര് എന്നെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവാ ജീവിതം. പ്രതീക്ഷ, എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ എന്ന പേര് അധികം താമസിക്കാതെ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എഴുതി ചേർക്കപ്പെടും എന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ ലക്ഷ്മി ശ്രീദേവി നായരോട് പറയാൻ എൻ്റെ അനിയത്തിയാണ്, എന്നെക്കാട്ടി ഒത്തിരി വയസ്സിന് മൂത്ത. എങ്ങനെ ആയാലും ഒരു 10, 12, 13 വയസ്സിനെങ്കിലും എളുപ്പം കാണും. അതുകൊണ്ട് ഞാൻ മക്കളെ എന്നാണ് വിളിക്കുന്നത്. പൊന്നു മക്കളെ ലക്ഷ്മി ശ്രീദേവി നായരെ, ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ട. മക്കൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇയാൾക്കെതിരെ, ഇയാൾ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകനല്ല എന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ DNA തയ്യാറാണ് എന്ന് പറഞ്ഞു വരിക. കാര്യം ഇനി ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ വെച്ച് പറയാം, നമ്മളെ ഞാനാണ് സിനിമാ നടൻ ജയൻ്റെ മകൻ മുരളി ജയൻ. ആവർത്തിച്ച് പറയുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ ആങ്ങളെയും പെങ്ങളും വന്ന് ഒരു DNA തയ്യാറാവും, അല്ലെങ്കിൽ കോടതിയിൽ കേസിന് പോകും. രണ്ടിനും തയ്യാറാണ്.